പ്രൈസ് ലോൺ. നിങ്ങൾ EKG എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ? ആ EKG നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടുപ്പുള്ള ആ പേപ്പർ വരുമ്പം ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഒക്കെ ഉള്ളതല്ലേ. അപ്പം ആ മേലോട്ട് ഒരു V തലതിരിച്ച് ഇട്ടാൽ മേലോട്ടുള്ള പോലെ അതിന് പിന്നെ വരുമ്പോൾ V കാണും. അപ്പം A പ്ലസ് ശുദ്ധി ഈക്വൽ അശുദ്ധി, V പ്ലസ് ശുദ്ധി ഈക്വൽ വിശുദ്ധി. പക്ഷേ ഇതിൻ്റെ നടുക്കൊരു ലൈൻ ഉള്ളതായി നമുക്ക് കാണാം അല്ലേ. അത്രയേ ഉള്ളൂ EKG. മനുഷ്യൻ്റെ നാടിയെടുപ്പും ഹൃദയമെടുപ്പിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലൈൻ്റെ മേലും താഴെയുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയമെടുപ്പെന്ന് പറഞ്ഞ്. അതിനെ നമുക്ക് അശുദ്ധിയായിട്ടും വിശുദ്ധിയായിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ അശുദ്ധി കൂടിപ്പോകുമ്പം മനസ്സിലായോ? അശുദ്ധി കൂടിപ്പോകുമ്പോൾ അതിൻ്റെ മൊന ഇങ്ങനെ മേലോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം വാ തുറന്നിരിക്കും, ഭൂമിയിലോട്ട് ആകർഷിച്ചുകൊണ്ടുള്ള, ഭൂമിയിലുള്ളത് മതി, ദൈവത്തെ വേണ്ട, ദൈവത്തെ വേണ്ട. അന്നേരം ദൈവം കൊടുക്കും, മേളിൽ നിന്നൊരടി കൊടുക്കും. അപ്പോൾ അത് നേരെയാവും, അല്ലെങ്കിൽ തലയിരിക്കും. മനസ്സിലായി? നേരെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിശുദ്ധി നേരെയായാലും, വിശുദ്ധി V നേരെയാക്കിയാലും, A നേരെയാക്കിയാലും അതൊരു സ്ട്രെയിറ്റ് ലൈനായിത്തീരും. ഈ സ്ട്രെയിറ്റ് ലൈൻ കാണുന്ന ഒരു നേഴ്സുമാർ, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാർ എന്തോ ആയിരിക്കും അത് പറയുന്നത്, നമ്മൾ തട്ടിപ്പോയെന്ന് പറയും അല്ലേ. ആ ലൈൻ സ്ട്രെയിറ്റ് ആയാൽ തട്ടിപ്പോയി. കാരണം ഹൃദയമെടുപ്പിൽ നിന്ന് പോയാൽ എല്ലാം പോയി. ആ ഹൃദയമെടുപ്പിനുള്ള ആ മധ്യത്തിലുള്ള ആ സമയം, അത് കാലഘട്ടമുള്ളൂ നമുക്ക്. അത്രയേ ഉള്ളൂ വിശുദ്ധി വേർപാടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈൻ നേരെ ആയാൽ മനസ്സിലായി, ഈ സ്ട്രെയിറ്റ് ലൈനിനും ഒരു പറയും, അതും സ്റ്റാർട്ട് വിത്ത് V, വേർപാട്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ വേർപാടും വിശുദ്ധി എന്നൊക്കെ പറയുന്നത്. സിമ്പിളാണ്, വേറെ സിമ്പിളാണ്. മനുഷ്യരത് എക്സ്പ്ലെയിൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെ ഒത്തിരി ചട്ടങ്ങളും അതും ഇതുമൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ച് അങ്ങ് ആൾക്കാരെ പേടിപ്പിച്ച് വെച്ചിരിക്കും. മനസ്സിലായി? EKG അത്രേ ഉള്ളൂ വിശുദ്ധി വേർപാടും. സിമ്പിളാണ്, പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കുറച്ച് വിശുദ്ധി വേർപാടും നോക്കി. ഈ ആഴ്ചയും ഉണ്ട്, നമ്മളപ്പോൾ ഈ ആഴ്ച ഉണ്ട്. ഓക്കെ, അപ്പം ഈ ആഴ്ച കുറേ പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്. ആ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം റിപ്പീറ്റ് ചെയ്ത സെയിം വേർഡ്സ് പിന്നെയും പറയുന്നതിനെക്കാട്ടി നല്ല പുതിയ വേർഡ്സുകളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പായി എനിക്ക് ലാസ്റ്റ് ആഴ്ച കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കറക്ഷൻ കണ്ടാൽ തെറ്റിദ്ധരിക്കാവുന്ന കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാം പറയുന്നില്ലെങ്കിൽ 1-2 കാര്യമൊക്കെ പറയും. ഒന്ന്, ഞാൻ നട്ടലില്ല എന്ന് പറയേണ്ട. എൻ്റെ സാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? സാർമാരില്ല, അവർ 10-7 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പം അവരൊത്തിരിയും കാലഘട്ടത്തെ കണ്ട് പോയി കാണും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞായിരിക്കും. എന്തുകൊണ്ടാണ് മനസ്സിലായി? ആരും ഒഫൻഡഡായി കണ്ടില്ല, ആരും ഒന്നും പറയുന്നത് കേട്ടില്ല. ഞാനും അത്, പക്ഷേ എന്നെ ഓർപ്പിച്ച് എൻ്റെ മനസ്സിൽ അതൊരു ഇതായിട്ട് വന്നതിൻ്റെ ഞാൻ ആദ്യത്തെ തലമുറ വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചു, വിട്ടുപിരിഞ്ഞെല്ലാം വന്നു. 2ാം തലമുറ അതിൻ്റെ കുറച്ച് പേ ചെയ്യേണ്ടി വന്നു. പക്ഷേ എങ്കിലും അവർ 1ാം തലമുറ നിലനിന്നുകൊണ്ട് 2ാം തലമുറയെ സമൃദ്ധിയിലോട്ടും ഒക്കെ നയിച്ചു. അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി നല്ല ഭദ്രത ഉണ്ടായെങ്കിലും ചില ആൾക്കാർ ഒത്തിരി സമ്പാദിച്ചിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർ 3ാം തലമുറയ്ക്ക് എന്തോ ഒരു എഡ്യൂക്കേഷൻ നല്ല കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 3ാം തലമുറയ്ക്ക് ഈ ഒരനുഭവമൊന്നും ഇല്ലാതെ വന്നപ്പോൾ, അതായത് എൻ്റെ തലമുറയ്ക്ക്, ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ കഷ്ടപ്പാടോടി ഇറങ്ങി, എൻ്റെ പപ്പായും ആ കഷ്ടപ്പാടോടി നിന്നുകൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്തില്ല. ഇപ്പോൾ എൻ്റെ തലമുറ വന്നപ്പം ആ അനുഭവമൊന്നും അധികം അറിഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അടുത്ത 4ാം തലമുറ മനസ്സിലായി. അപ്പോൾ എൻ്റെ തലമുറ നട്ടലോടുകൂടി നിന്നാലേ എനിക്ക് 4ാം തലമുറയ്ക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണെന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ 4ാം തലമുറ കിട്ടും? അതുകൊണ്ട് തെറ്റിദ്ധരിക്കൽ, ഞാൻ ഇപ്പോഴത്തെ ജനറേഷനല്ല പറഞ്ഞത്,
എൻ്റെ ഓൺ ജനറേഷനെ പറയും, എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അപ്പോൾ സാറങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു. കാരണം എൻ്റെ പിതാക്കന്മാരും കടന്നുപോയ അപ്പച്ചനും പപ്പായൊക്കെ കടന്നുപോയ അവസ്ഥകളൊക്കെ ഞാൻ ഓർത്തു. അമ്മച്ചിയുടെ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ മാലയിടുന്നതിന് എഗനസ്റ്റായിട്ട് പറഞ്ഞു എന്നൊന്നും പറയരുത്. അമ്മച്ചി ആ സമയത്ത് എന്തോ കുറച്ച് സമയത്തേക്കെങ്കിലും മാലയിടാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ടോ, അമ്മച്ചിക്ക് അത് അപ്പച്ചനോട് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല, മനസ്സിലായോ? അല്ലാതെ തന്നെ അമ്മച്ചി പറഞ്ഞപ്പോൾ. സോ അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞതുള്ളൂ, ഒരു എക്സാമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞാണ് തെറ്റിദ്ധാരണയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. കാരണം കേട്ട് കഴിഞ്ഞ് എന്നോട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു നിനക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാവും. ഇപ്പം ഞാനൊരിക്കലും എൻ്റെ ഇനി വരാനുള്ള തലമുറയെ അല്ലെ ഇനിയുള്ള തലമുറ എൻ്റെ മക്കളെ ഇങ്ങനെ തലമുറയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ തെറ്റാണ് എന്നിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ മൂത്ത മോൻ എപ്പോഴും മൂന്നാമത്തെ മോനെ പറ്റി പറയും, അവൻ വലിയ ബിഗ് ഷോട്ട് കളിക്കുക എന്നൊക്കെ പറയും. വലിയ വാക്കുകളൊക്കെ പറയുക, വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്ന അവൻ്റെ രീതി അങ്ങനത്തെയൊക്കെയാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ എൻ്റെ മൂത്ത മോനെ വിളിച്ചിട്ട് കാണിച്ചു, എടാ അവൻ്റെ ഓരോ കാര്യം, അവൻ ഈ വലിയ ആൾക്കാരോട്ട് എൻ്റെ ഷൂവും വലിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പുള്ളിക്കാരൻ വലിയ ആൾ കളിക്കാൻ നോക്കുന്ന ഇതുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെ കാണിച്ചിട്ട് ചോദിച്ചു, എടാ നിൻ്റെ ജീവിതത്തിൽ ഇതുണ്ട്, നിന്നെ കണ്ടല്ലേ അവനും വളരുന്നേ, അപ്പോൾ അവനും അങ്ങനെയല്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പം അതേപോലെ കാണും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ കോംപ്രമൈസ് ചെയ്യുന്നതാണ് പിള്ളേർ കണ്ടുള്ളത്. അപ്പോൾ എനിക്ക് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, എന്നെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, എൻ്റെ നട്ടലില്ലായ്മ കാരണം കറേജിയസ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ടാണ് അവർക്കത് വന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. അതേപോലെ മാരേജ് ലൈഫ് അത് എന്തോ ഒത്തൊരുമ, ഗുഡ്നെസ്, ഹാർമണി പറഞ്ഞ കൂട്ടത്തിലാണ്. എന്ന് കഴിഞ്ഞാൽ അല്ല ഡിവോഴ്സ് അങ്ങനത്തെ ഉള്ള കാര്യത്തെപ്പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ പിന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണെന്നുണ്ടെങ്കിൽ സ്വന്തം പല്ലട കുത്തു നാറ്റിക്കുക അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഒരു കുടുംബത്തിലായാലും ചർച്ചിലായാലും ഒരു ടീമായാലും ഒരു സംഘടനയായാലും ഏതായാലും മനസ്സിലായി, ഒരു ജോലി സ്ഥലമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലട കുത്തി നാറ്റിച്ചാൽ ആർക്കാ കുഴപ്പം? ദൈവത്തിൻ്റെ നാമം അവിടെ വെളിപ്പെടാൻ പറ്റുമോ? ഇല്ല. അത്രയേ ഉള്ളൂ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് അത് ആ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. പക്ഷേ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ട ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഇതിനൊരു ഇത് വന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ വാക്യം വായിച്ചിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നേഹപിതാവേ, ഇന്നത്തെ പാൽക്കാല സമയം ചിന്ന സ്ഥലങ്ങളിൽ കടന്നു വന്നു സ്തുതിയും സ്തോത്രവുമായിട്ട് ഞങ്ങൾ കടന്നു വരുന്നു. അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് ദിവ്യവചനത്തിൽ നിന്ന് അല്പസമയം ശ്രദ്ധിക്കുവാൻ ഇടയാക്കണമേ. പഠിക്കുന്നതും വായിക്കുന്നതും ഗ്രഹിക്കുന്നതും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനാക്കണമേ. കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാക്കല്ലേ ദൈവമേ. പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു വാക്കുകളും അടിയൻ്റെ ജീവിതത്തിൽ വരുവാണ്ടാക്കല്ലേ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാണ്ടാക്കല്ലേ. കേൾക്കുന്നത് ദൈവമേ ഈ പറയുന്നതിൽ കൂടെയും എന്നിക്കൂടെയും ദൈവമേ ഇതിൽ കൂടെയും ദൈവമേ ആ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനും വചനത്തെ സ്നേഹിക്കുവാനും അപ്പച്ചനെ സ്നേഹിക്കുവാനും ദൈവമേ ഞങ്ങൾക്ക് വിശുദ്ധിയോട് വേർപാടോടി ഒരു സെപ്പറേഷൻ ആയിട്ട് നല്ലൊരു ജീവിതം നയിക്കുവാനാക്കണമേ. അപ്പച്ചൻ്റെ ലൈറ്റ് ഞങ്ങളിൽ അടിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ അശുദ്ധി കാണാതെ ഞങ്ങളുടെ വിശുദ്ധിയോട് മറ്റുള്ളവർ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും അപ്പച്ചൻ്റെ ദൈവമേ പരിശുദ്ധ അച്ഛനോട് എൻ്റെ ഹൃദയത്തോടും അവരോടും എല്ലാവരും ഒന്നൊരു കൺഫ്യൂഷനോ അങ്ങനത്തെ ഉള്ള ഒന്നും വരുവാണ്ടാക്കല്ലേ. യേശു മനസ്സാക്കി ഈശോ തന്നെ ആമേൻ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഡേ 2 ആണ് നമ്മൾ നോക്കുന്നത്. ആ ഡേ 2ൻ്റെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വയോമേർ എലോഹീം യഹി റഖിയ ബെറ്റോക് ഹാ മയി വയഹി മെയാവ്ദേൽ ബീൻ മയീം ലമയീം. Okay, God said, let there be an expanse in the midst of the water, that it may separate from water. Okay, and
Vayas Elohim yet ha rakia Vayavdel bin Hamayim Asher Metahet Larakia Uvin Hamayim Asher Meal Larakia Wahi Keen. Okay, and God made the expanse. It separated the water which was below the expanse from the water which was above the expanse, and it was so. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വാക്ക് 6, 7, 8 ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം ലാസ്റ്റ് വൺ വൈക്ര എലോഹിം ലറക്കിയ ഷമായിം വയഹി എരേവ് വയഹി ബോക്കിർ യോം ശനി. ഓക്കെ, and God called the expanse sky. There was evening, there was morning, second day. അത് ഇനി നമുക്ക് മലയാളത്തിലും കൂടെ നോക്കാം. ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർതിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടായിട്ട് ദൈവം വിധാനത്തിന് കീഴെയുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം. അപ്പം ഇതിൻ്റെ അത് നല്ല ഒരു ട്രാൻസ്ഫർ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, അതേപോലെ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. ഇവിടെ ഹീബ്രുവിൽ അത് വയ്ക്കുമ്പം വൈഹിക്കീൻ ഒരു സ്ട്രോങ് കൽപ്പനയായിട്ടാണ് വരുന്നത്. എനിവേ, അപ്പം മലയാളത്തിലും ഇത് വായിച്ചു. ഓക്കെ, കുറേ മിസ്കൺസെപ്ഷൻ വരാവുന്ന സ്ഥലമുണ്ട് പ്രവൃത്തിയും വർക്കും തമ്മിൽ. പഴയ നിയമകാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വീഴ്ത്തപ്പെട്ട മനുഷ്യൻ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവന് നീതിമാൻ എന്ന പേര് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നീതിമാനായി തീരുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ കൊണ്ടുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതിമാനാവാൻ ദൈവം അവസരം തരും. ആ ഇനി നീതിമാനായതുകൊണ്ടാണ് നമുക്ക് പ്രവൃത്തി വേണ്ടത്. മനസ്സിലായി? ഇതാണ് പൗലോസും യാക്കോബും പറയുന്നത്. മനസ്സിലായി? പൗലോസ് പറയുന്നത് പഴയ യഹൂദന്മാരോട് പറയുന്നത് പ്രവൃത്തി വേണ്ട, നിങ്ങൾക്ക് വിശ്വസിക്കാം, നീതിമാനാകാൻ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നീതിമാനാകുന്ന കിട്ടും. അത് കഴിഞ്ഞ് യാക്കോബ് പറയുന്നത് നിങ്ങൾ നീതിമാനായതുകൊണ്ടാണ് നിങ്ങളുടെ ഇത് കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടി, റൈറ്റ്? ആ ജോലി കിട്ടാൻ നമുക്ക് ഇത് വേണം, ക്വാളിഫിക്കേഷൻ വേണം, പ്രയർ എക്സ്പീരിയൻസ് വേണം, ഇല്ലെങ്കിൽ ആരെങ്കിലും ജോലി തരുമോ? ഇല്ല. വൺസ് നമ്മൾ ആരെങ്കിലും റെക്കമെൻഡേഷനാൽ ആ ജോലി കയറിയാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ആ ജോലി കീപ്പ് ചെയ്യാൻ നോക്കണം, റൈറ്റ്? നമുക്ക് ആ ജോലി കീപ്പ് ചെയ്യാൻ നോക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ജോലി പോകും. അതേപോലുള്ള ഒരു സിമ്പിൾ ഇതാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതേ ഉള്ളൂ. അതിനോട് പൂർണ്ണമായി എത്രമാത്രം ഇതാണെന്ന് അറിയത്തില്ല. ഒത്തിരി ലിറ്ററലി അങ്ങ് എടുക്കരുത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് മിസ്കൺസെപ്ഷൻ ഒത്തിരി വരാൻ ചാൻസ്. വിശുദ്ധിയും വേർപാടും ഒക്കെ പറയുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അത് ഓവർ ദ ടൈം നമ്മുടെ ആൾക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ ഒത്തിരിയും യൂട്യൂബിൻ്റെ അകത്തോട്ട് ഒത്തിരിയും ചാനലുകളും ആൾക്കാരൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങ് വല്ലാത്ത പരുവത്തിലാക്കി, മനുഷ്യൻ ദേഷ്യപ്പെടുന്ന രീതിയാക്കി. ഇപ്പം നമ്മുടെ സഭകളിലൊന്നും ഇപ്പം അതൊന്നും പറയാൻ പറ്റാത്ത രീതിയായിപ്പോയി. കാരണം അതേപോലുള്ള രീതിയിൽ അങ്ങ് കുഴച്ച് മറിഞ്ഞ് അങ്ങ് വല്ലാതാക്കി കളഞ്ഞു. പക്ഷേ ഇതൊരു സിമ്പിൾ കാര്യമാണ്. കഴിഞ്ഞ EKG പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പം ഒരു വിസിറ്റിംഗ് പാസ്റ്റർമാർ വന്നാൽ പോലും അവർക്ക് ചില ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ നടത്തിക്കൊണ്ട് പോകുന്ന ദൈവദാസൻ്റെ അതിൻ്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ. അതുകൊണ്ട് മിക്ക ആൾക്കാരും പറയാതിരിക്കാൻ നോക്കും. അവരുടെ സ്റ്റോറി, അബ്രാമിൻ്റെ സ്റ്റോറിയും ദാവീദിൻ്റെ സ്റ്റോറിയും അങ്ങനെയുള്ള സ്റ്റോറി തന്നെ നിൽക്കും. അല്ലെ
എന്താ ഒരു എൻകറേജ്മെൻറ്റ് തോട്ട്സ് തന്നിട്ട് അത് അത് പറയാൻ പറ്റാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒത്തിരി വല്ലാത്ത രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് അതുകൊണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഓവറോൾ നമ്മൾ നോക്കുമ്പം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്തപ്പം ഇതെല്ലാം അതിൻ്റെ അതൊരു പ്രവൃത്തിയും അതേപോലെ പഴയ നിയമത്തിൽ ദൈവം യുദ്ധവീരനാണെന്നും പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തു ഒത്തിരി ഇതായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി ഒരു സ്ഥലത്തൊന്ന് പറയുന്നു, മറ്റേ സ്ഥലത്തൊന്ന്